പുഷ്പ 2 ദ റൂൾ. അപ്പോൾ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പടം കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് ഒന്നും പറയാനില്ല, അടിപൊളി. പുഷ്പ 1 ആയിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫീല് കിട്ടും ഫസ്റ്റ് ഹാഫ് കാണുവാണെങ്കിൽ. പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ പ്രതീക്ഷിക്കുന്നതേ അല്ല സംഭവിക്കുന്നത്. അവർ കഥയുടെ റൂട്ട് തന്നെ മാറ്റിക്കളയും. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഓർക്കും, ഇതിൻ്റെ വേറെ ഇനി നെക്സ്റ്റ് ലെവൽ എക്സ്ട്രീം സാധനമാണ് വരാൻ പോകുന്നത്. പക്ഷെങ്കിൽ അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ കാണിക്കും നമ്മൾ. പക്ഷെ വിചാരിക്കുന്നതിലും അപ്പുറങ്ങളാണ് സംഭവിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ. പക്ഷെ പുഷ്പ 1 വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കമ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് മാത്രമേ കമ്പയർ ചെയ്ത് ആ ഒരു പുഷ്പ 1 ലെവലിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റത്തില്ല. സെക്കൻഡ് ഹാഫിൽ പക്ഷെ എങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ശരിക്കും. കേരളത്തിലേതോ അമ്പലത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ആചാരം. കഥ നമുക്ക് ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളാണെങ്കിൽ നമ്മൾ കുറച്ച് ചിന്തിക്കും, ഇത് എങ്ങനെയാ സംഭവിക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും മലയാളികളാണെങ്കിൽ. പക്ഷെ തെലുങ്കന്മാർക്കാണെങ്കിൽ ഇത് ഓക്കെയാ. തെലുങ്കന്മാർക്ക് തമിഴന്മാർക്കാണ് സെറ്റ് പാടാം, അടിപൊളി, ഒന്നും പറയില്ല. 100 കോടി ബ്ലോക്ക് ബസ്റ്റർ 100 ദിവസം. ഇതായിരിക്കും അവരുടെ മൈൻഡ് ഫുള്ള്. പക്ഷെ നമുക്കങ്ങനല്ല. പിന്നെ ഫഹദിന്റെ റോള് പറയുകയാണെങ്കിൽ ഫഹദ് ചെയ്തു വെച്ചേക്കുന്ന ആസ് യൂഷ്വൽ ഫഹദിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് ഫഹദിന്റെ മൂവിയിൽ. ഫഹദിന്റെ റോള് ഫഹദ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ സീരിയസ് റോളാണേലും ഫഹദിന്റെ കോമഡി ആയിട്ടാണേലും ഫഹദ് അതിനനുസരിച്ച് ഫഹദ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനം. എല്ലാ സീനാണേലും ഓരോ സീൻ എടുത്തേക്കുന്നതാണേലും ക്യാമറ സീൻ അത് എക്സ്ട്രീമാണ്. അത് നന്നായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പൈസ ഇറക്കിയതിന്റെ ക്യാമറ ഒരു വീഡിയോ ക്വാളിറ്റി നമുക്ക് കിട്ടും. പക്ഷെങ്കിൽ കഥ സ്റ്റോറിയിൽ അതില്ല. പൈസ ഉണ്ട്, കണ്ടന്റ് മ്യൂസിക് BGM ആണെങ്കിലും ചില സ്ഥലത്ത് നൈസാ. നമുക്ക് ചില ഇമോഷണൽ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് പാട്ട് വെച്ച പോലെ സ്പീക്കറിൽ പാട്ട് വെച്ച പോലെ അവര് നല്ല ഇമോഷണലായിട്ട് ചെയ്തു വെച്ചേക്കുന്ന സംഭവം. പക്ഷെ നമുക്ക് കാണുമ്പോൾ ചിരി വരും. ചില ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് ഇരുന്ന് ചിരി വരും. പിന്നെ പടത്തിന്റെ ഡ്യൂറേഷൻ വലിച്ച് ഫസ്റ്റ് ഹാഫ് എന്തായാലും ഇരുന്ന് കാണാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് വലിച്ച് നീട്ടി ആവശ്യമില്ലാത്ത കുറേ പരിപാടികൾ എടുത്തു വെച്ചിട്ടുണ്ട്. പുഷ്പ 1 കണ്ടിട്ട് നമ്മൾ വിചാരിക്കുന്ന ഫഹദും അല്ലുവും തമ്മിലെ ഒരു പടം, അതാണ് പുഷ്പ 2 എന്നാണ്, ദ റൂൾ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തം തിരിച്ചു കളയാവർ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല സംഭവിക്കുന്നത്. പിന്നെ പുഷ്പ 3 ഇനി എന്തിനാ വരുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. പുഷ്പ 2 തന്നെ ഒന്നുമില്ല കാര്യമായിട്ട്. ഫസ്റ്റിന്റെ ഒരു ഹൈപ്പിലെടുത്ത് വെച്ചേക്കുന്നതാണെന്ന് തോന്നിട്ട് ഓക്കെ. കാരണം 3 ഇനി എന്താ വരാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. കാരണം സെക്കൻഡിൽ തന്നെ കാര്യമായിട്ട് ഒന്നും ഇല്ല. പിന്നെ ഫഹദ് മാത്രമല്ല, അതുകൊണ്ട് അല്ലു ചെയ്തേക്കുന്ന സീനൊക്കെ ചെയ്തേക്കുന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവറൊന്നുമില്ല, പക്ഷെ ഭയങ്കര എല്ലായിടത്തും ഓരോ സീൻ എടുത്തു കഴിഞ്ഞാലും അല്ലുവിന്റെ ഓരോ സീൻ എടുത്തു കഴിഞ്ഞാലും ഫുള്ള് ഇത്രയും മാസിന്റെ ഒരാവശ്യവും ഇല്ല. ഓരോ സീൻ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാ സീനിലും മൊത്തം അല്ലുവിന്റെ സോളോ ഇടയിൽ കുറച്ച് കോമഡി ഒക്കെ ചെയ്യാൻ പുള്ളി ശ്രമിച്ചിട്ടുണ്ട്. ഇടയിൽ കോമഡി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇമോഷണൽ സീനാ കോമഡി ആയി പോയത്. പിന്നെ രശ്മിക ആണെങ്കിൽ എന്താ പറയാ, 10 കോടിക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. 10 കോടിയാ കൊടുത്ത 10 കോടിക്ക് പുള്ളിക്കാരി ഒരു 5 മിനിറ്റ് ഡയലോഗ് കാണാപ്പാടം പഠിച്ച് പറയുന്നുണ്ട്. അതെ. പക്ഷെ രശ്മികയുടെ സീനെല്ലാം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അത് നൈസായിരുന്നു. രശ്മികയുടെ പടം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വെറുപ്പീരില്ല പടത്തില്. പക്ഷെങ്കിൽ നമ്മളെ ഇരുത്തി അങ്ങ് മടുപ്പിച്ച് കളയും. ഡ്യൂറേഷൻ കാരണം നമ്മളെ മടുത്ത് കളയും സെക്കൻഡ് ഹാഫ് ഒക്കെ. ഫസ്റ്റ് ഹാഫ് നമുക്ക് ഓക്കെ, സെക്കൻഡ് ഹാഫ് നമ്മളെ മടുപ്പിച്ച് കളയും. തോന്നി പുഷ്പ 1 ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കാടിന്റെ ലൊക്കേഷൻ, അത് ആ ഒരു ഫീൽ ഒന്നും ഇതില്ല. കംപ്ലീറ്റ് സ്റ്റോറി മാറി. പുഷ്പ 1 കാണുമ്പോ നമ്മള് ശരിക്കും സ്മഗ്ലിംഗ് ആണ്. പക്കാ സ്മഗ്ലിംഗ്. നമ്മൾ ഇത് തന്നെ പ്രതീക്ഷിക്കുന്ന 2 ഇത് തന്നെയല്ല. ആകെ ആ ഒരു സീൻ മാത്രം. അത് കണ്ടിട്ടാണ് പുഷ്പ 1 നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം സെക്കൻഡിൽ നമ്മളത് പ്രതീക്ഷിച്ച് പോകുമ്പോ ഒന്നുമില്ല. അവര് കംപ്ലീറ്റ് അത് മാറ്റിക്കളഞ്ഞു. ഡയറക്ടർ അന്ന് പറഞ്ഞില്ലായിരുന്നു, അതായത് പുഷ്പ 2 എന്ന് പറയുന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് KGF
അടിപൊളിയാക്കണം എന്ന് പറഞ്ഞ് ഇവര് ഏകദേശം പകുതിയോളം ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഷെഡ്യൂൾ പക്ഷെ KGF എത്തിയിട്ടില്ല. റീഷൂട്ട് ചെയ്ത് സ്ക്രിപ്റ്റ് പരമായിട്ട് റീഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു അത് കാണിക്കാൻ അതുകൊണ്ടാണ് തോന്നുന്നു. ചിലപ്പോ ആദ്യം പുഷ്പ 1 പോലെ തന്നെ ഏകദേശം എടുത്തു വെച്ചിട്ട് പിന്നെ അത് പോരാൻ തോന്നിയിട്ട് ഓവർ മാസമൊക്കെ കുത്തിക്കേറ്റി KGF ആക്കാൻ നോക്കിയതാ. എവിടെയൊക്കെയോ ഒരു റോക്കി പോയിന്റ് ഒരു സാധനം തോന്നണ്ടായില്ലേ ഈ നമ്മുടെ ആൾക്കാർ കൂടി പുഷ്പരാജിനെ കയറി റോക്കി പോയി ആക്കുന്നത്. ആ ഒരു പേര് എല്ലായിടത്തും കേൾക്കുന്നുണ്ട്, പക്ഷെങ്കിൽ ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. റോക്കി പോയിനെ ആ ഒരു റേഞ്ച് എത്തിയിട്ടില്ല. പിന്നെ പക്ഷെ ഗംഗുവ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഭേദം ഈ പടം, സത്യം എന്തുകൊണ്ടും ഭേദം പുഷ്പ 2 തന്നെയാണ്. ഗംഗുവൊക്കെ അവരൊക്കെ പറയും പുഷ്പ നല്ല പടം. അതെ പുഷ്പ, പക്ഷെ കുഴപ്പമില്ല. അവരൊന്ന് പക്ഷെ നശിപ്പിച്ച് കളഞ്ഞു സെക്കൻഡ് ഹാഫ് നശിപ്പിച്ചു കഴിഞ്ഞു. അല്ലാതെ വേറെ പറയുകയാണെങ്കിലും കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് എനിക്ക് ഉള്ള ഹോണസ്റ്റ്ലി റിവ്യൂ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഓക്കെ, സെക്കൻഡ് ഹാഫ് പോയി, അത്രേ പറയാനുള്ളൂ. പിന്നെ എല്ലാവർക്കും സെയിം ഒപ്പീനിയൻ ആണെന്നില്ല. കാരണം ഞാൻ സിനിമ കാണുന്ന പോലെ എല്ലാവർക്കും നിങ്ങളെ സിനിമ കാണുന്നത്, പലർക്കും പല റിവ്യൂ ആയിരിക്കും. പക്ഷെങ്കിൽ ആ തിയേറ്ററിൽ ഉണ്ടായിരുന്ന പകുതി മുക്കാലും പേരും ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു പടം കഴിഞ്ഞപ്പോഴത്തേക്ക്. ചിലവർ പടം കഴിയുന്നതിന് മുമ്പ് ചിലവർ ഇറങ്ങിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് തിയേറ്ററിൽ കണ്ടു. അതെ തിയേറ്ററിൽ കണ്ടു. അല്ലാതെ നിങ്ങള് ഇത് OTT ഇറങ്ങി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ കാണത്തില്ല. കാരണം OTT ഇറങ്ങുന്ന സമയത്ത് നമ്മൾ 3.5 മണിക്കൂർ എന്ന് പറയുമ്പോ അതും ഇമാതിരി സാധനം അതത്രേ ഉള്ളൂ കേരളത്തില്. ഇപ്പോ എന്തായാലും നിങ്ങൾ പടം കാണാം. നിങ്ങൾ പടം കണ്ടിട്ട് നിങ്ങളുടെ റിവ്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റ് താഴെ ഇടുക. ഓക്കെ, ബൈ.